സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കേട്ടോ. കാരണം ആ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് വളരെ സാമ്യം എനിക്ക് തോന്നി. മറ്റൊന്നുമല്ല, ഇവിടെ ആ ഒരു വീഡിയോ കാണുന്ന ഒരു സംഭവം, ഒരു വില കൂടിയ കാറിൽ ഒരു യുവാവ് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സ്കൂട്ടിക്കാരനെ ഇടിച്ച് വീഴ്ത്തിയിട്ട് കടന്നു പോവുകയാണ്. ഉടനെ തന്നെ ആ സ്കൂട്ടിയിൽ നിന്ന് വീണ ആ വ്യക്തി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എഴുന്നേറ്റിട്ട് എന്താണെന്നും പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ അത് മിററിലൂടെ കാണുന്ന ആ ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? വണ്ടി നിർത്തി അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം റിവേഴ്സിൽ വന്ന് ആ വ്യക്തി ഒരിക്കൽ കൂടി ഇടിച്ച് തെറിപ്പിക്കുന്ന ഒരു രംഗമാണ്. എത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ആ ഒരു വീഡിയോ കാണുമ്പോൾ. പ്രത്യേകിച്ച് ഒരു പ്രായം ചെന്ന വ്യക്തി ഇതെന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാകാതെ അതിനെ കൂടുതൽ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി, ഒത്തിരിയേറെ ഈഗോയോടുകൂടെ ആ വ്യക്തി വളരെ സ്പീഡിൽ റിവേഴ്സ് എടുത്ത് ആ വ്യക്തി ഇടിച്ചു തെറിപ്പിച്ച് അതിനുശേഷം വളരെ സ്റ്റൈലിൽ ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് കയർക്കുന്നതും ആ വ്യക്തി മരിച്ചോ എന്ന് പോലും നോക്കാതെ വണ്ടിയെടുത്ത് പോകുന്നതുമാണ് ആ ഒരു വീഡിയോയിൽ കാണുക. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി ഇതിനെ പറയാം എന്ന് പറയുമ്പോൾ, ഞാൻ കാരിസ് ഭവനിലായിരിക്കുന്ന ഒരു സമയത്ത്, ഞാൻ സംക്രാന്തിയിൽ നിന്ന് തിരിച്ചു വരുന്ന ആ സമയത്ത് സംക്രാന്തിയിൽ വെച്ച് ഇതേ ഒരു അനുഭവം എനിക്കുണ്ടായി. മറ്റൊന്നുമല്ല, ഒരു KSRTC ബസ് എൻ്റെ വാഹനത്തെ ഇടിച്ചതിന് ശേഷം ഒന്ന് നിർത്താൻ പോലും മനസ്സ് കാണിക്കാതെ മുന്നോട്ട് പോയി. ഞാൻ അവിടെ നിന്ന് ആ വണ്ടിയെ ചേസ് ചെയ്യാൻ തുടങ്ങി. ചേസ് ചെയ്ത് എവിടെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആ വ്യക്തി കയറുന്നത് ഞാൻ കണ്ടു. ഉടനെ തന്നെ പുറത്തേക്ക് വരുന്ന ആ വഴിയിലൂടെ ഞാൻ ഉള്ളിലേക്ക് ചെല്ലുകയും ആ വണ്ടിയുടെ വട്ടം എൻ്റെ വണ്ടി കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ ആ വ്യക്തിയോട്, ഡ്രൈവറിനോട് പോയി പറഞ്ഞു, എൻ്റെ വണ്ടിയിൽ തട്ടിയത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ വണ്ടിയുടെ പെയിൻറ്റ് പോലും ഇപ്പോഴും ആ വണ്ടിയിലുണ്ട്, ഒന്ന് ഇറങ്ങി വന്ന് നോക്കുക. നിങ്ങൾ എന്താണ് ഒരു ശ്രദ്ധയുമില്ലാതെ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ വണ്ടിയിലെ പെയിൻറ്റ് നോക്കലല്ല എൻ്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തട്ടിത്തെറിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുവാനാണ് ആ വ്യക്തി തയ്യാറായത്. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറി. ആ രീതിയിലാണ് അദ്ദേഹം വണ്ടി എടുത്തത്. ഞാൻ ഉടനെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡ്രൈവർ ചെയ്തത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഇവിടെ പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഉടനെ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഇന്ന് സംക്രാന്തി വെച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടായി, ഞാൻ ആ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, വളരെ വ്യക്തമായ രീതിയിൽ ആ സംഭവം വിവരിച്ചുകൊണ്ട് ഒരു പരാതി തന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി കൊടുക്കുകയുണ്ടായി. ആ വണ്ടി നമ്പർ എന്താണ്, ഏത് സമയത്താണ് അത് സംഭവം നടന്നത്, എന്താണെന്ന് അവിടെ ഉണ്ടായത്, അതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി. ഇന്ന് ആ ഡ്രൈവർ അവിടെ വരുന്നുണ്ട്, അച്ഛന് വരാൻ സാധിക്കുമോ? എന്നോട് പറഞ്ഞു, അവർ 9:30 ആകുമ്പോൾ വരും, പക്ഷേ ഒരു 11 മണിയാകുമ്പോൾ അച്ഛൻ വന്നാൽ മതി. എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ അന്നേരം ചോദിച്ചില്ല. പിന്നീട് ആ ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ച് പറയുകയുണ്ടായി, അവർ വിളിക്കുമ്പോഴും വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് ആ വ്യക്തി സംസാരിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുത്തണം, അല്ലെങ്കിൽ ശരിയല്ല. കാരണം അത്രയ്ക്ക് അഹങ്കാരവും ഈഗോയും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്ന് മനസ്സിലായി. ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എൻ്റെ മുമ്പിൽ വെച്ചും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഒരു മുസ്ലിമായ ഒരു വ്യക്തിയാണ് അവിടെ ഉദ്യോഗസ്ഥനായിട്ടുള്ളത്. പക്ഷേ ആ വ്യക്തി പറഞ്ഞു, ഒരു വൈദ്യൻ കുർബാന കഴിഞ്ഞ് വന്ന് ഇവിടെ കള്ളം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്കിട്ട് ഒന്ന് കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെയും താൻ ചെയ്ത തെറ്റ് അംഗീകരിക്കുവാൻ ആ വ്യക്തി തയ്യാറായില്ല. സർക്കാരിൻ്റെ വണ്ടി ആയിരിക്കാം, പക്ഷേ തോന്നിയ പോലെ അല്ലല്ലോ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ വഴിയിലൂടെ പോകുന്ന ഒത്തിരിയേറെ ആളുകളുടെ ജീവന് കൂടി നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ആ വീഡിയോയിൽ കണ്ട ഒരു സംഭവം പോലെ അദ്ദേഹം ചെയ്ത ഒരു തെറ്റാണ്. ആ തെറ്റ് അംഗീകരിച്ച് സോറി പറയുക. ചിലപ്പോൾ വലിയ ധൃതിയിൽ പോകുന്നതായിരിക്കാം, പക്ഷേ അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിൻ്റെ ഫലമായി ഒരു വ്യക്തിയെ ഇടിച്ച് റോഡിലിട്ടു. അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ റിവേഴ്സ് എടുത്ത് വീണ്ടും ഇടിച്ച് തെറിപ്പിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ആ മനുഷ്യൻ്റെ ഈഗോയെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരിയേറെ തെറ്റുകൾ സംഭവിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ തെറ്റ് അംഗീകരിക്കുക, അല്ലേ? എത്ര വലിയ തെറ്റാണെങ്കിലും അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മാത്രമല്ല, തിരുത്താൻ പറ്റുന്നതാണ് തിരുത്തണം. പ്രത്യേകിച്ച് മഴക്കാലമാണ്. വണ്ടി ഓടിക്കുമ്പോൾ എത്ര കൺട്രോളുള്ള വ്യക്തിയാണെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് കൺട്രോൾ നഷ്ടപ്പെടാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കണമെന്നില്ല നമ്മുടെ വെഹിക്കിൾ.
അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അവിടെ ഉചിതമായ രീതിയിൽ തെറ്റംഗീകരിക്കാനും അവരെ വേണ്ട രീതിയിൽ പരിചരിക്കാനും തയ്യാറാവുക. ഇപ്പോൾ ആ വ്യക്തിയെ ഇടിച്ചിട്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ആ വണ്ടിയിൽ തന്നെ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല, നമ്മൾ ധൃതിയായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാം. അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞിരിക്കുക, ഇതാണ് എൻ്റെ നമ്പർ, നിങ്ങൾ ഉചിതമായ കാര്യങ്ങൾ ചെയ്യുക, മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം എന്ന ഒരു വാക്ക് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സഹായിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ അങ്ങനെ ധാർഷ്ട്യത്തോടു കൂടെ മുന്നോട്ട് പോകരുത്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതും അതുതന്നെയാണ്. നമുക്ക് അഹങ്കാരത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലമല്ല റോഡ് എന്ന് പറയുന്നത്. റോഡ് എല്ലാവരുടെയും അവകാശമാണ്. എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ നമുക്ക് നൽകിയിരിക്കുന്ന സ്പേസ് എത്രമാത്രം ഭംഗിയോടെ ഉപയോഗപ്പെടുത്താം, എത്രമാത്രം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് യുവാക്കളോടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. കാരണം ഈ ദിവസങ്ങളിൽ വരുന്ന ട്രോളുകൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു പേര് യുവാക്കളുടെ പേരായിരിക്കും. കാരണം അവരാണ് ഇന്ന് ശ്രദ്ധയില്ലാതെ കൂടുതലായിട്ട് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറയെ അല്ല നമ്മൾ ആഗ്രഹിക്കുക. മറിച്ച് ഉത്തരവാദിത്വത്തോടെ ഡ്രൈവ് ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ അപകടം നടന്നു കഴിഞ്ഞാൽ അതിന് ഓണപ്പ് ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുന്നവരെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പോവുക. ഒരിക്കലും മനസ്സിൽ വെറുപ്പും വിദ്വേഷം വളർത്തിക്കൊണ്ട് വരാതിരിക്കുക. ഒരു തവണ തെറ്റുപറ്റി അത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ബൈബിളിൽ പഴയ നിമിത്തി കാണുന്ന കായൻ്റെ ആബേലിൻ്റെ ആ ഒരു സംഭവം പോലെയാണ്. അല്ലെ, ആ കാഴ്ച സമപ്പെടുത്തി കായനൊരു തെറ്റുപറ്റി അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആബേലിനെ കൊല്ലുന്നതിലേക്ക് ആ തെറ്റ് വളരില്ലായിരുന്നു. ഇവിടെ ആ വീഡിയോയിൽ കാണുന്നതും ആദ്യത്തെ ആ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറായെങ്കിൽ ഒരു പക്ഷേ വീണ്ടും വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ആ വ്യക്തിയെ കൊല്ലുന്നതിലേക്ക് പോകില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ അംഗീകരിക്കുക, അതിനു വേണ്ട പരിഹാരം കാണുക. അങ്ങനെ വീണ്ടും വലിയൊരു തെറ്റിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു സന്ദേശം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.